ഹായ് ഗൈസ്, PSC PYQ സീരീസിൻ്റെ തേർഡ് വീഡിയോയിലേക്ക് നമുക്ക് പോവാം. തേർഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, പോർച്ചുഗീസുകാർ കേരളത്തിന് ധാരാളം സംഭാവനകൾ നൽകി. താഴെ പറയുന്നവയിൽ പോർച്ചുഗീസുകാരുടെ സംഭാവന അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഓപ്ഷൻ സി ആയ 3 മാത്രമേ ഉള്ളൂ പോർച്ചുഗീസുകാരുടെ സംഭാവന അല്ലാത്തത്. അതായത് അവർ കുരുമുളകിൻ്റെയും ഇഞ്ചിയുടെയും ശാസ്ത്രീയ കൃഷി പ്രോത്സാഹിപ്പിച്ചു. പോർച്ചുഗീസുകാർ അവർ കൊച്ചി, അങ്കമാലി, വൈപ്പിൻകോട്ട എന്നിവിടങ്ങളിൽ ദൈവശാസ്ത്ര സെമിനാരികളും കോളേജുകളും സ്ഥാപിച്ചു. ശരിയാണ്. അവർ കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം പണിതു. അവർ പോർച്ചുഗീസുകാരല്ല കൊച്ചിയിൽ ബോൾഗാട്ടി പാലസ് പണിതത്, ഡച്ചുകാരാണ് പണിതത്. ഓക്കെ. ഇനി പുകയില, പൈനാപ്പിൾ, പപ്പായ തുടങ്ങിയ പുതിയ കാർഷിക ഉൽപ്പന്നങ്ങൾ അവർ അവതരിപ്പിച്ചു. ഇതെല്ലാം ശരിയാണ്. തിരുവിതാംകൂറിലെ റാണി സേതുലക്ഷ്മിബായിയുടെ ചില ഭരണ പരിഷ്കാരങ്ങൾ ചുവടെ വിവരിക്കുന്നു. അവ കാലക്രമത്തിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ബി 3, 1, 4, 2 ആണ്. അതായത് 3 ആദ്യം മൃഗബലി നിരോധിച്ചു, പിന്നീട് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി, പിന്നീട് പൃഥുതല അണുകുടുംബ സമ്പ്രദായം അവതരിപ്പിച്ചു, പിന്നീടാണ് തിരുവനന്തപുരം നഗര വൈദ്യുത ദീപങ്ങളാൽ പ്രകാശിതപൂരിതമായത്. അടുത്തത്, ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ താഴെ പറയുന്ന പ്രസിഡൻറ്റുമാരുടെ അവരുടെ പ്രസിഡൻഷിപ്പിൻ്റെ വർഷങ്ങളുമായി പൊരുത്തപ്പെടാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹക്കീം അജ്മൽ ഖാൻ 1921 അബ്ദുൽ കലാം ആസാദ് 1923. ഇനി മഹാത്മാഗാന്ധി 1924 ബെൽജിയം സെഷനിലാണ് ഗാന്ധിജി പങ്കെടുത്ത അല്ലെങ്കിൽ ഗാന്ധിജി പ്രസിഡൻ്റായിരുന്ന ഒരേ ഒരു സെക്ഷനാണത്. അടുത്ത വല്ലഭായ് പട്ടേൽ 1931. ഓക്കെ. അടുത്ത 4ാമത്തെ, പത്രങ്ങൾ തമ്മിൽ ജോയിൻ ചെയ്യാനാണ്. ബംഗാൾ ഗസറ്റ് ജെയിംസ് അഗസ്റ്റ് ഹിക്ക് ശരി തന്നെയാണ്. ബംഗാൾ ഗസറ്റ് ആരുടെയാണ്? ജെയിംസ് അഗസ്റ്റ് ഹിക്കയുടേതാണ്. സംവാദ കൗമുദി രാജാറാം മോഹൻ റോയുടെയാണ്. ഹിന്ദു പാട്രിയറ്റ് മധുസൂദൻ റേയുടേതാണ് ഹിന്ദു പാട്രിയറ്റ്. അതേസമയം മീറത്തുൽ അക്ബർ ഫിറോസ് ഷാ മേത്തയുടെ അല്ല, അതും രാജാറാം മോഹൻ റോയുടെ തന്നെയാണ്. അപ്പം ബംഗാൾ ഗസറ്റ് ജെയിംസ് അഗസ്റ്റ് ഹിക്കി, സംവാദ കൗമുദി രാജാറാം മോഹൻ റോയ്, ഹിന്ദു പാട്രിയറ്റ് മധുസൂദൻ റേ, മിറാത്തുൽ അക്ബർ രാജാറാം മോഹൻ റോയ്. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ, പാണ്ഡകളെ അസേർഷനും റീസണും അത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പാണ്ഡകളെ സമ്മാനിച്ചുകൊണ്ട് സൗഹൃദത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും പ്രതീകമായി ചൈന USA-യും യൂറോപ്പുമായി പാണ്ഡ നയതന്ത്രം പ്രഖ്യാപിച്ചു. അതെ, ചൈന USA-യും യൂറോപ്പുമായി പാണ്ഡ നയതന്ത്രം പ്രഖ്യാപിച്ചു. ശരിയാണ്. ഇനി 2ാമത്തെ റീസൺ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, USA-യുമായി ഔദ്യോഗിക നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ ചൈന പിങ് പോങ് നയതന്ത്രം പ്രഖ്യാപിക്കുകയും ടേബിൾ ടെന്നീസ് ടീമിനെ അയക്കുകയും ചെയ്തു എന്നുള്ളതാണ്. USA-യുമായി ഔദ്യോഗിക നയതന്ത്രം ബന്ധം സ്ഥാപിക്കാൻ ചൈന പിങ് പോങ് നയതന്ത്രം, അതേപോലെ ടേബിൾ ടെന്നീസ് ഓത്ത് അത് നടന്നു എന്നാണ് പറയുന്നത്. ആക്ച്വലി അതൊരു ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്, പക്ഷേ എയുടെ റീസൺ അല്ല. പക്ഷേ ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കുക. 2023 മെയ് മാസത്തിൽ ഡൽഹിയിലെ നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ടിൽ നടന്ന ഒരു തീമാറ്റിക് എക്സിബിഷനാണ് ജനശക്തി, കളക്റ്റീവ് പവർ. ഇതിനെ സംബന്ധിച്ച് പ്രസ്താവനകൾ ഏതാണ് തെറ്റെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഒരു എക്സിബിഷൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഒരു ഇന്ത്യയുടെ കലാവൈവിധ്യത്തെ ആഘോഷിക്കപ്പെടുന്ന ഒരു എക്സിബിഷനായിരുന്നു അത്. നമ്മുടെ സ്വച്ഛ് ഭാരത് തീം ഒരു കലയായി ചിത്രീകരിച്ച് അവിടെ പ്രദർശിപ്പിച്ചു. അല്ലാതെ വരുന്ന സ്റ്റേറ്റ്മെൻറ്റൊക്കെ തെറ്റാണ്. 1ഉം 4ഉമാണ് തെറ്റ്. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായ മൻ കി ബാത്തിൻ്റെ 150ാം എപ്പിസോഡായിരുന്നു എന്നൊക്കെ പറയുന്നു, അത് തെറ്റാണ്. 20 തീമുകളുടെ കലാപരമായ പ്രതിനിധാനം അവിടെ പ്രദർശിപ്പിച്ചു എന്ന് പറയുന്നത്, അതും തെറ്റാണ്. ഇനി താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗമല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. ഉത്കൽ സമതലമാണത്. അടുത്ത, വെസ്റ്റർലീസിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. വെസ്റ്റർലീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിനെ ഈ കാറ്റ് തെക്കൻ അർദ്ധഗോളത്തിൽ വടക്ക് പടിഞ്ഞാറ് നിന്ന് തെക്ക് കിഴക്കോട്ട് വീശുന്നു. അത് വ്യാപാര കാറ്റിന് എതിരായി വീശുന്നു. അതൊക്കെ ശരിയാണ്. മൺസൂൺ മൂലം കിഴക്കൻ ഏഷ്യയിൽ കാറ്റിൻ്റെ പ്രഭാവം തകർന്നിരിക്കുന്നു. അതൊക്കെ ശരിയാണ്. ഇതിലെ തെറ്റായ പ്രസ്താവന ഏതാണ്? വടക്കൻ അർദ്ധഗോളത്തിൽ 40 ഡിഗ്രി മുതൽ 50 ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിൽ ഈ കാറ്റ് ഗർജിക്കുന്ന ഫോർട്ടീസായി വീശുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റാണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ. ഇനി വായുവിൻ്റെ നിരയിലെ ഓസോൺ സാന്ദ്രതയുടെ കനം ഡാഷിൽ രേഖപ്പെടുത്തുന്നു. ഡോപ്സൺ യൂണിറ്റിലാണ് രേഖപ്പെടുത്തുന്നത്. അതായത് 150 dB, 140 dB, അങ്ങനെ ഡോപ്സൺ യൂണിറ്റിലാണ് അത് രേഖപ്പെടുത്തുന്നത്. ഇനി ഭൂമിയുടെ ആന്തരിക ഘടനയെക്കുറിച്ച് യഥാർത്ഥ പ്രസ്താവനകൾ തിരിച്ചറിയാനാണ്. ഏറ്റവും ആഴമേറിയതും ആക്സസ് ചെയ്യാൻ കഴിയാത്തതുമായ ഒരു മേഖലയാണ് കാമ്പ് എന്ന് പറയുന്നത്. ഏറ്റവും ഉൾഭാഗത്തിൽ ഒരു ഏരിയയാണെന്ത്? കാമ്പ്. ഇനി 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ആവരണം പ്രധാനമായും ഇരുമ്പും നിക്കലും ചേർന്നതാണ്. ഇരുമ്പും നിക്കലും ചേർന്നതല്ല, സിയാൽ
ഇരുമ്പും നിക്കലും ചേർന്നതല്ല ആവരണം. ഇനി മെഹറോബിക് വിരാമം താഴ്ന്ന പുറന്തോട് ആവരണത്തിൽ നിന്ന് വേർതിരിക്കുന്നു. നമുക്കറിയാം മെഹറോയിക് ഡിസ്കണ്ടിന്യൂറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പുറന്തോടിൻ്റെ ശരാശരി സാന്ദ്രത 12.3 ആണ്. ഇതിനകത്ത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 3ഉം മാത്രമാണ്, ബാക്കിയെല്ലാം തെറ്റാണ്. അടുത്ത താഴെ പറയുന്നവയിൽ ഏതാണ് ചാലക്കുടി നദിയുടെ പോഷക നദി അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ചാലക്കുടി നദികളുടെ പോഷക നദിയാണ് കുരിയാക്കുറ്റി നദി, അതേപോലെ ഷോളയാർ നദി, കാരപ്പാറ നദി. ചാലക്കുടി, കുരിയാക്കുറ്റി, ഷോളയാർ, കാരപ്പാറ. പക്ഷേ ഏത് കോതയാറ് ചാലക്കുടി നദിയുടെ പോഷക നദി അല്ല. ഓക്കെ, കോതയാർ ചാലക്കുടി നദിയുടെ പോഷക നദി അല്ല. ഇനി അടുത്ത ഖഗോള സ്രോതസ്സുകളിൽ നിന്ന് എക്സ്റേ ഉദ്യമനത്തിൻ്റെ ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ധ്രുവീകരണ അളവുകളിൽ ഗവേഷണം നടത്താൻ 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹം തിരിച്ചറിയാനാണ്. 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ഒന്നാണ് എക്സ്പോസാറ്റ് എന്ന് പറയുന്ന ഉപഗ്രഹമാണ് വിക്ഷേപിച്ചത്. അടുത്ത സമ്പദ് വ്യവസ്ഥയിലെ വിടവ് നികത്തലുകളെ വികസന ബാങ്കുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവന പറയാനാണ്. വ്യവസായിക വികസനത്തിൻ്റെ ഉത്തേജകങ്ങൾ, ഓക്കെ, മൂലധനം, എൻ്റർപ്രൈസ് മാനേജ്മെൻറ്റ് എന്നിവയുടെ ചാനലുകൾ നൽകുക. അതേപോലെ തന്നെ 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ, സാമ്പത്തികവും സാമ്പത്തികേതരവുമായ സഹായത്തിൻ്റെ ഒരു പാക്കേജ് വാഗ്ദാനം ചെയ്യുക. ഇതെല്ലാം ശരിയാണ്, പക്ഷേ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സംരംഭകർക്ക് ഒരു ഇൻ്റർമീഡിയറ്ററി ആയിട്ടോ ദീർഘകാല ഹ്രസ്വകാല ധനസഹായം വാഗ്ദാനമൊന്നും ഇവർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ സമ്പദ് വ്യവസ്ഥയിലെ വിടവ് നികത്താനായി വികസന ബാങ്കുകളെ, ഡെവലപ്മെൻറ്റ് ബാങ്ക് അതാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. ആ ഡെവലപ്മെൻറ്റ് ബാങ്കിനെ സംബന്ധിച്ച് പറയുന്നതാണ് സ്റ്റേറ്റ്മെൻറ്റാണിത്. അതായത് ഒരു ഇൻ്റർമീഡിയറ്ററീസ് ആയിട്ടൊന്നും വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ WTO ടെർമിനോളജി കാർഷിക സബ്സിഡികൾ പെട്ടികളായി തിരിച്ചറിയപ്പെടുന്നു. അതിനാൽ വികസ്വര രാജ്യങ്ങളിലെ മാനവ വികസന പ്രശ്നങ്ങൾ ഡാഷാണ്. അതായത് S&D പെട്ടിയാണ് വികസ്വര രാജ്യങ്ങളിലെ മാനവ വികസന പ്രശ്നങ്ങളെ അറിയപ്പെടുന്നത് S&D പെട്ടി എന്നാണ്. ഇനി GSTക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്ത നികുതി ദായകരെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് 1ഉം 3ഉമാണ്. അതായത് കാർഡുകളിലേക്കും UPIയിലേക്കും എന്ത് ചെയ്യാം, പണം അടയ്ക്കാൻ പറ്റും നമുക്ക്. അതേപോലെ ഒരു സ്ഥാനത്ത് ഒന്നിലധികം ബിസിനസ്സുകളുള്ള ഒരു വ്യക്തിക്ക് ഓരോ ബിസിനസ്സിനും വെവ്വേറെ രജിസ്ട്രേഷൻ നൽകാം. ഒരു സ്ഥാനത്ത് ഒന്നിലധികം ഇപ്പോൾ ഒരു ബിസിനസ് ഒരാൾക്കുണ്ടെങ്കിൽ ഓരോ ബിസിനസ്സിനും വെവ്വേറെ രജിസ്ട്രേഷൻ നൽകാം. ഇതിൽ ശരിയെന്നാണ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 1ഉം 3ഉമാണ് ശരി. അതേസമയം ഒരു പൊതു ആപ്ലിക്കേഷനിൽ സെൻട്രൽ ടാക്സ് അതോറിറ്റിയാണ് രജിസ്ട്രേഷൻ നൽകേണ്ടതെന്ന് പറഞ്ഞാൽ അല്ല, അത് തെറ്റാണ്. കാർഡുകളിലേക്കും UPIയിലേക്കൊക്കെ പണം അടയ്ക്കാൻ പറ്റും, പക്ഷേ എന്തല്ല, പൊതു ആപ്ലിക്കേഷനിൽ സെൻട്രൽ ടാക്സ് അതോറിറ്റി അല്ല രജിസ്ട്രേഷൻ നൽകേണ്ടത്. ഓക്കെ, 16ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കൊണ്ടുവന്ന പുതിയ സാമ്പത്തിക നയം, അതായത് ന്യൂ എക്കണോമിക് പോളിസി ഇന്ത്യയിൽ ആഗോളവൽക്കരണം നേരിടുന്ന വെല്ലുവിളികളെ സ്വീകരിച്ചുകൊണ്ടാണ്. അന്താരാഷ്ട്ര ക്രമീകരണങ്ങൾക്കായി ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് ശരിയെന്നാണ് ചോദ്യം. 1 മാത്രമാണ് ശരി. ഏകദേശം 20% മാത്രമാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കൊണ്ടുവന്ന പുതിയ സാമ്പത്തിക ഇന്ത്യൻ അന്താരാഷ്ട്ര ക്രമീകരണങ്ങൾക്കായി ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച സംബന്ധിച്ച് ഏകദേശം 20% മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഹൈക്ക് വന്നത്. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ പ്രത്യക്ഷ പരോക്ഷ നികുതി നയങ്ങളിലെ പ്രധാന മാറ്റങ്ങൾ ഏത് കമ്മിറ്റിയുടെ ശുപാർശകളാണ് അംഗീകരിച്ചത്? ചെല്ലയ്യ കമ്മിറ്റി. അതായത് പ്രത്യക്ഷ പരോക്ഷ നികുതി നയങ്ങളിലെ പ്രധാന മാറ്റങ്ങൾ ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? ചെല്ലയ്യ. അതായത് ചെല്ലങ്ങോട്ട് അങ്ങനെയൊക്കെ പറയുന്ന ചളിയൊക്കെ ഓർത്തിരുന്നോ? ഇന്ത്യയിലെ പ്രത്യക്ഷ പരോക്ഷ നികുതി നയങ്ങളിലെ പ്രധാന മാറ്റങ്ങൾ ഏത് ശുപാർശ കമ്മിറ്റിയാണ്? ചെല്ലയ്യ കമ്മിറ്റി. അടുത്ത് ശ്രദ്ധിച്ചേ, ആധുനിക ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ഏറ്റവും പ്രയാസമേറിയ ദൗത്യം ഏതാണ്? സാമ്പത്തിക സ്രോതസ്സുകളുടെ സമാഹരണം. അതാണ് ഏറ്റവും പ്രയാസമേറിയ ദൗത്യം. അതേസമയം പ്ലാൻ തയ്യാറാക്കാനോ ലക്ഷ്യം നിശ്ചയിക്കാനോ ഇതൊന്നും ഒരു പ്രയാസമുള്ള കാര്യമല്ല. ഇനി മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നത് ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൗലിക അവകാശങ്ങൾ സ്വഭാവത്തിൽ ന്യായമാണ്. ഓക്കെ, അബ്സല്യൂട്ട് നേച്ചറാണ്. അതേപോലെ അത് കുറേ നമുക്കറിയാം. അടുത്ത, ഇന്ത്യൻ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ മൗലികാവകാശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെ, 3ാം ഭാഗത്തിലാണ്. സ്വത്തവകാശം മൗലികാവകാശമല്ല. നമുക്കറിയാം 44 ഭേദഗതി പ്രകാരം റൈറ്റ് ടു പ്രോപ്പർട്ടി എന്താക്കി മാറ്റി? ലീഗൽ റൈറ്റ് നിയമാവകാശമാക്കി മാറ്റി. D പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 51A വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 51A വിദ്യാഭ്യാസത്തെ അതിൻ്റെ അവകാശത്തെപ്പറ്റി എന്ത് ചെയ്യുന്നില്ല, പ്രതിപാദിക്കുന്നില്ല എന്നുള്ളതാണ് ശരി.
ഇനി 20 ചേരുംപടി ചേർക്കുക. ആർട്ടിക്കിൾ 356 അതെന്ന് പറഞ്ഞാൽ എ ആണ്, അതായത് സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം തന്നെയാണ്. 325 സാർവത്രിക മുതിർന്നവരുടെ ഫ്രാഞ്ചൈസിനെ പറ്റിയാണ്. ആർട്ടിക്കിൾ 76 ഇന്ത്യയുടെ അറ്റോർണി ജനറലിനെ പറ്റിയാണ് ആർട്ടിക്കിൾ 76 പറയുന്നത്. അതേപോലെ ആർട്ടിക്കിൾ 368 നമുക്കറിയാം നമ്മുടെ അമെൻമെൻറ്റിനെ പറ്റി, ബേസിക് സ്ട്രക്ചർ അമെൻമെൻറ്റിനെ പറ്റിയാണ്. അതായത് ഭരണഘടനാ ഭേദഗതി പ്രകാരം ഉള്ള അമെൻമെൻറ്റിനെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ 368 ഓക്കെ. അടുത്തതും പോളിറ്റിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. 44 ഭരണഘടനാ ഭേദഗതി നിയമം എന്താണ്? സ്വത്തവകാശം നമുക്കറിയാം, റൈറ്റ് ടു പ്രോപ്പർട്ടി, ലീഗൽ റൈറ്റ് ഒക്കെ ആക്കി സ്വത്തവകാശം, അതൊക്കെ 44 ഭരണഘടനാ ഭേദഗതി നിയമം പ്രകാരമാണ്. 86 ഭരണഘടനാ ഭേദഗതി നിയമമാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഓക്കെ, 86 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് എന്തുള്ളത്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഇനി നമുക്കറിയാം 42 ഭരണഘടന എന്തായിട്ടാണ് അറിയപ്പെടുന്നത്? മിനി ഭരണഘടനയായിട്ടാണ് അറിയപ്പെടുന്നത്. 91 ഭരണഘടനാ ഭേദഗതി നിയമം കൂറുമാറ്റ വിരുദ്ധ നിയമമല്ല. അപ്പോൾ ഓപ്ഷൻ 1, 2, 3 ശരി. ഇനി ഏത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലാണ് ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ ലോകസഭയിലും സംസ്ഥാന നിയമസഭയിലും എല്ലാ സീറ്റുകളുടെയും 1/3 സ്ത്രീകൾക്കായി നീക്കി വെച്ചിരിക്കുന്നത്? അതായത് ഡൽഹിയിലെ ലോകസഭയിലെ എല്ലാ സീറ്റുകളിലെയും 1/3 സീറ്റ് വുമണ്ണായിട്ട് റിസർവ് ചെയ്തിരുന്നു. അത് ഏത് ഭേദഗതി പ്രകാരമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 106 ഭേദഗതി പ്രകാരം 2023 പ്രകാരമാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ. ഇലക്ട്രൽ ബോണ്ട് സ്കീം കേസിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാം ശരിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2024 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുകളുടെ പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി. എന്നാണ് കണ്ടെത്തിയത്? 2024 ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)(a) പ്രകാരമുള്ള വിവരാവകാശവും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും എന്ത് ചെയ്യുന്നുണ്ട്? ലംഘിക്കുന്നുണ്ട്. ബ്ലാങ്കറ്റ് കോർപ്പറേറ്റ് രാഷ്ട്രീയ ഫണ്ടിംഗ് അനുവദിക്കുന്ന കമ്പനി നിയമത്തിലെ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വിധിക്കുന്നു. അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരിയെന്നാണ് ചോദ്യം. ഓക്കെ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്. അത് ശരിയല്ല. ഭരണഘടനയുടെ 15 ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള നിയമ ഭരണഘടനാ ചട്ടക്കൂട് പ്രതിപാദിക്കുന്നു. അത് ശരിയാണ്. ഓക്കെ, ഭരണഘടനയുടെ 15 ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള നിയമ ഭരണഘടനാ ചട്ടക്കൂട് എന്ത് ചെയ്യുന്നുണ്ട്? പ്രതിപാദിക്കുന്നുണ്ട്. അടുത്ത 25ാമത്തെ നോക്കിക്കേ. നമുക്കറിയാം KAS ഇതിനോടകം തന്നെ നിയമനം കഴിഞ്ഞ ഒരു പദവിയാണ് KAS, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. KASുമായി ബന്ധപ്പെട്ട് ഇതിൽ ഏതാ ശരിയെന്ന് കണ്ടെത്താനാണ്. അതായത് ഗവൺമെൻറ് നയങ്ങളും പരിപാടികളും ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനായി ഗവൺമെൻറ്റിൻ്റെ മാനേജർ കഴിവുകളും 2ാം നിരയായി പൊതുസേവകരുടെ ഒരു കേഡർ ഉണ്ടാക്കുക എന്നതാണ് KASൻ്റെ ലക്ഷ്യമെന്നാണ് പറയുന്നത്. അത് ശരിയാണ്. KAS ഓഫീസർ, ജൂനിയർ ടൈം സ്കെയിൽ, KAS ഓഫീസർ സെലക്ഷൻ ഗ്രേഡ് സ്കെയിൽ, അങ്ങനെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ശരിയാണ്. KASൽ ചേരുന്ന ഒരു ഉദ്യോഗസ്ഥൻ സംസ്ഥാന സർവീസിൽ ജൂനിയർ ടൈം സ്കെയിൽ ട്രെയിനിയായി കരിയർ ആരംഭിക്കും. അതും ശരിയാണ്. ഇനി അടുത്ത 26ാമത്തെ ക്വസ്റ്റ്യൻ. 1957 കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിംഗ് ആക്ടിൻ്റെ പ്രാഥമിക ലക്ഷ്യം കുടിയാന്മാർ, കുടിക്കാപ്പുകൾ, ഭൂമി കൃഷി ചെയ്യുന്ന മറ്റ് ചില വിഭാഗങ്ങൾ എന്നിവരെ കുടിയൊഴിപ്പിക്കുന്നത് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1957 കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിംഗ് ആക്ടിൻ്റെ പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി കുടുംബശ്രീയെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1997 കുടുംബശ്രീ സ്ഥാപിതമായത്. ഓക്കെ, 1997 എന്ത് ചെയ്തത്? കുടുംബശ്രീ സ്ഥാപിതമായത്. സ്ത്രീകൾക്കായി കുടുംബശ്രീ ത്രിതല സജ്ജീകരണമുണ്ട്. ഓക്കെ, അതൊരു കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്യാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ 28th ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന ദുരിത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷതയിലുള്ള ഒരു നിയമാനുസൃതമല്ലാത്ത സ്വയംഭരണ സ്ഥാപനമാണെന്ത്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരിക്കലും കേരള സംസ്ഥാന ദുരിത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷതയിലുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമൊന്നുമല്ല. ബാക്കി കേരള ഗവർണറും KSDMA അതായത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി കമ്മീഷണറും കേരള ഫയർഫോഴ്സ് DGP ഇതെല്ലാം അതിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അടുത്ത അക്ഷയയെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ പ്രസ്താവനകൾ ഏതാണ് ശരിയല്ലാത്തതെന്നാണ്. അതായത് ഓർഡിനറി മാനും തമ്മിലുള്ള അന്തരവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ അക്ഷയ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നത്. അതാണ് 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. അതേപോലെ തന്നെ സർക്കാർ മുതൽ പൗരന്മാർ വരെയുള്ള സേവനങ്ങൾക്ക് അക്ഷയ ഒരു വേദി നൽകുന്നുണ്ട്.
അത് ശരിയാണ്. ഇനി ICT വഴി പൗരന്മാർക്ക് കാര്യക്ഷമമായ സുതാര്യവും സൗകര്യപ്രദമായ സേവനങ്ങളും അക്ഷയ നൽകുന്നുണ്ട്. അതേസമയം C സ്റ്റേറ്റ്മെൻറ്റ് ഇതിന് തെറ്റാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ആയിട്ടൊന്നും ഈ അക്ഷയ നിൽക്കുന്നില്ല. അപ്പോൾ C സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അടുത്ത, ഗാർഹിക പീഡനങ്ങളിൽ നിന്ന് സ്ത്രീകളുടെ സംരക്ഷണ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം ഏതാണ്? 2005 ഗാർഹിക പീഡനങ്ങളിൽ നിന്നും സ്ത്രീകളുടെ സംരക്ഷണ നിയമം ആര് പാസ്സാക്കിയത്? പാർലമെൻറ്റ് പാസ്സാക്കിയത്. അടുത്ത, ചേരുംപടി ചേർക്കാൻ പോളിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഭരണഘടനയുടെ 11ാം ഷെഡ്യൂളിൽ എന്താണ് പറയുന്നത്? PRI നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടികയെ പറ്റിയാണ് 11ാം ഷെഡ്യൂൾ പറയുന്നത്. അടുത്ത, ഭരണഘടനയുടെ 12ാം ഷെഡ്യൂൾ എന്താണ് പറയുന്നത്? ആണ് മുനിസിപ്പാലിറ്റികൾ, അതായത് നമുക്കറിയാം 12ാം ഷെഡ്യൂൾ മുനിസിപ്പാലിറ്റികൾ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടികയാണ്. ആർട്ടിക്കിൾ 243A എന്താണ് പറയുന്നത്? ഗ്രാമസഭയെ പറ്റിയാണ് ആർട്ടിക്കിൾ 243A പറയുന്നത്. ആർട്ടിക്കിൾ 243K പറയുന്നത് എന്താണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റിയാണ്. അടുത്തതായി, 2023 കേരള ഗവർണർ രാഷ്ട്രപതിയുടെ അനുമതി റിസർവ് ചെയ്യുകയും റഫർ ചെയ്യുകയും ചെയ്ത കേരള നിയമസഭയുടെ ഏത് ബില്ലിനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്ന് അനുമതി ലഭിച്ചതെന്നാണ്? കേരള യോഗായുക്ത ബില്ല് 2022 അതായത് ആദ്യം കേരള ഗവർണർ എന്ത് ചെയ്തു? രാഷ്ട്രപതിയുടെ അനുമതി റിസർവ് ചെയ്തു, ദെൻ റഫർ ചെയ്തു. അങ്ങനത്തെ ബില്ലാണ് നമ്മുടെ കേരള ലോകായുക്ത ബില്ല് 2022 എന്ന് പറയുന്നത്. അടുത്ത 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡാഷ് റിട്ട് എന്നത് ഏതെങ്കിലും പൊതു അധികാരികൾക്ക് ഒരു കടമ നിർവഹിക്കാനുള്ള ഉത്തരവിൻ്റെ രൂപത്തിലുള്ള ഒരു ജുഡീഷ്യൽ പ്രതിവിധിയാണ്, അതായത് മാൻഡമസ് ആണ്. ഏതെങ്കിലും ഒരു പൊതു അധികാരികൾക്ക് ഒരു ഡ്യൂട്ടി ചെയ്യണം, അതിൻ്റെ ഉത്തരവിൻ്റെ രൂപത്തിലുള്ള ഒരു ജുഡീഷ്യൽ പ്രതിവിധിയാണെന്ത്? മാൻഡമസ് എന്ന് പറയുന്നത്. അടുത്ത, PMKSY ആയി ബന്ധപ്പെട്ട ഒരു പ്രധാന സർക്കാർ പദ്ധതിയാണ് എന്ത്? ജലസംരക്ഷണ മാനേജ്മെൻ്റ് ആണ് ആൻസർ. അടുത്ത 36ാമത്തെ ക്വസ്റ്റ്യൻ മൻരേഗയായിട്ടുള്ള ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. മൻരേഗ നമുക്കറിയാം 2005 ആരംഭിച്ചത്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം ഗ്രാമീണ കുടുംബങ്ങൾക്ക് 100 ദിവസം തൊഴിൽ ഉറപ്പാക്കുക എന്നുള്ളതാണ്. മൻരേഗയുടെ വേതനം 1948 മിനിമം വേതനം നിയമം അനുസരിച്ച് സംസ്ഥാനത്തെ കർഷക തൊഴിലാളികൾക്ക് വ്യക്തമാക്കിയിട്ടുള്ള നിയമപരമായ മിനിമം വേതനം വേണമെന്നുള്ളതാണ്. അടുത്ത, വിവരാവകാശ നിയമത്തിന് കീഴിലുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള സമയപരിധി എന്താണെന്ന് വെച്ചാൽ അഭ്യർത്ഥനാ സമയം മുതൽ 48 മണിക്കൂറാണ്. നമുക്ക് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്റ്റിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 48 മണിക്കൂറിനുള്ളിൽ നമുക്കത് ലഭിക്കണം എന്നുള്ളതാണ്. അടുത്ത, പ്ലേഗിൻ്റെ കാര്യത്തിൽ ഏത് പ്രസ്താവനകളാണ് ശരിയെന്നുള്ളതാണ്? അതായത് 1, 3, 4 ശരി. അതായത് എർസീനിയ പെസ്റ്റിസ് എന്ന രോഗകാരിയാണ് പ്ലേഗ് ഉണ്ടാക്കുന്നത്. പ്ലേഗ് ഉണ്ടാക്കുന്ന രോഗകാരി ഏതാണ്? എർസീനിയ പെസ്റ്റിസ്. ഓക്കെ. അടുത്തത്, അതിൻ്റെ വാഹകൾ ചെള്ളുകളാണ്. ചെള്ളുകളിലൂടെ എന്ത് വരാം? കൊതുകല്ല, ചെള്ളുകളിലൂടെ എന്ത് വരാം? പ്ലേഗ് വരാം. രക്തപ്രവാഹത്തെയും ശ്വാസകോശത്തെയും ബാധിക്കുന്നു. രക്തപ്രവാഹത്തെയും അതേപോലെ ശ്വാസകോശത്തെയും ബാധിക്കുന്നു. ഇനി 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആർദ്രം മിഷൻ, ഓരോ പദ്ധതി, ആർദ്രം പദ്ധതി, അങ്ങനെ സ്പർശനം പദ്ധതി, ഇതൊക്കെ ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ചോദിച്ചത് ആർദ്രം പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ഫാമിലി ഹെൽത്ത് സെൻറ്ററുകളാക്കി ഉയർത്താനുള്ളത് ഇതിൻ്റെ ഒരു ലക്ഷ്യമാണ്. അടുത്ത, എല്ലാ ആളുകൾക്കും COVID-19 വാക്സിൻ നൽകാനാണോ? അതല്ല. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഇനി ഫിറ്റ്നസ്സിനും യോഗ്യതയ്ക്കുമായുള്ള സൗകര്യങ്ങൾ വികസിപ്പിക്കുക ലക്ഷ്യമാണ്. NCD CD ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും മാനേജ്മെൻറ്റിനെക്കുറിച്ചും ഫീൽഡ് സ്റ്റാഫിന് പരിശീലനം നൽകാനാണ് എന്ത് ചെയ്യുന്നത്? ഇത് ലക്ഷ്യമിടുന്നത്. ഓക്കെ. ദെൻ ആൻജിയോജനിസിനുള്ള ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്നാണ്. അതായത് ആൻജിയോജനിസ് എന്ന് പറഞ്ഞാൽ പുതിയ രക്തക്കുഴലുകളുടെ വികസനമാണ് എന്ത്? ആൻജിയോജനിസ് എന്ന് പറഞ്ഞാൽ. അടുത്ത 40 എന്ന് പറഞ്ഞാൽ താഴെ പറയുന്നതിൽ വിറ്റാമിൻ എയുടെ കാര്യത്തിൽ, വിറ്റാമിൻ എ മിക്കപ്പോഴും ആവർത്തിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതായത് നിശാന്തത എന്ന രോഗത്തിന് കാരണം വിറ്റാമിൻ എയുടെ അഭാവമാണ്. ബാക്കിയെല്ലാം തെറ്റാണ്. അടുത്ത, ബയോളജി ടെക്സ്റ്റിൽ നിന്ന് ഡയറക്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അതായത് പാങ്ക്രിയാസുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതാണെന്ന് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാങ്ക്രിയാസ് ഒരു എക്സോക്രൈൻ ഗ്രന്ഥിയും എൻഡോക്രൈൻ ഗ്രന്ഥിയുമാണ്. ശരിയാണ്. പാങ്ക്രിയാസ് അറ്റ് ദ സെയിം ടൈം ഒരു എക്സോക്രൈൻ ഗ്രന്ഥിയാണ്. എന്താണ് എൻഡോക്രൈൻ? ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചത്. ഓക്കെ, എല്ലാം ശരിയാണ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം ശരി. ഓപ്ഷൻ 4 ആണ് ശരി. അതായത് പാങ്ക്രിയാസ് ഒരു എക്സോക്രൈൻ ഗ്രന്ഥിയും എൻഡോക്രൈൻ ഗ്രന്ഥിയുമാണ്. ഇൻസുലിനും ഗ്ലൂക്കോഗോണും സൃഷ്ടിക്കുന്നുണ്ട്. ഇത് ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്നുണ്ട് പാങ്ക്രിയാസ്. അടുത്ത, മനുഷ്യരിലെ ജീവിതശൈലി രോഗങ്ങളായ ശരിയായ കാരണം തിരഞ്ഞെടുക്കുക. അതായത് മോശം ഭക്ഷണശീലങ്ങൾ, ശാരീരിക നിഷ്ക്രിയത്വം, തെറ്റായ ശരീരഭാവം, അസ്വസ്ഥമായ ജൈവഘടികാരം, ഇതെല്ലാം എന്താണ്? ജീവിതശൈലി രോഗങ്ങളുടെ കാരണമാണ്.
അടുത്ത പ്രാഥമിക അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് ഡാഷ് മൂലമാണ് ഉണ്ടാകുന്നത്. ഏത്? നെഗ്ലേരിയ ഫൗലേരി മൂലമാണ്. ഏതസുഖമാണ്? ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ എന്ന് അറിയില്ല. പ്രാഥമിക അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് ഏത് മൂലമാണ് ഉണ്ടാകുന്നത്? നെഗ്ലേരിയ ഫൗലേരി മൂലമാണ് ഉണ്ടാകുന്നത്. COVID-19 കാലത്ത് ഒറ്റപ്പെടലുമായി ബന്ധപ്പെട്ട്, അതായത് ഐസൊലേഷനുമായി ബന്ധപ്പെട്ട് ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചത്. എന്നുവെച്ചാൽ രോഗലക്ഷണമുള്ളവർക്കോ വൈറസ് പോസിറ്റീവായവർക്കോ ആണല്ലോ നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്നത്. അതേപോലെ ഒറ്റപ്പെടൽ എന്നാൽ മറ്റാളുകളിൽ നിന്ന് വേർപെടുത്തുക. പ്രധാനമായും മെഡിക്കൽ സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് ക്ലിനിക്കൽ പരിചരണം ലഭിക്കും. ശരിയാണ്, 2 ശരിയാണ്. ആവശ്യത്തിന് ഉയർന്ന ആവൃത്തിയിലുള്ള പ്രകാശത്തിന് വിധേയമാകുമ്പോൾ മെറ്റീരിയലിൽ നിന്ന് ഇലക്ട്രോണുകൾ പുറപ്പെടുവിക്കുന്ന പ്രതിഭാസത്തിൻ്റെ പേരാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. എന്താണ്? ഇതും SRT ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അതായത് ആവശ്യത്തിന് ഒരു ഉയർന്ന ആവൃത്തിയിലുള്ള പ്രകാശത്തിന് വിധേയമാകുമ്പോൾ മെറ്റീരിയലിൽ നിന്ന് ഇലക്ട്രോണുകൾ പുറപ്പെടുവിക്കുന്ന പ്രതിഭാസത്തിൻ്റെ പേരാണെന്ത്? ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. അടുത്ത 46ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കുക. ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകാശത്തെ അതിൻ്റെ ഘടക നിറങ്ങളിലേക്ക് വിശദീകരിക്കുന്ന പ്രതിഭാസം ഏതാണെന്നാണ് ചോദിച്ചത്. വിസരണമാണ്. അതായത് ഒരു പ്രിസത്തിലൂടെ കടന്നുപോയി അതിൻ്റെ ഘടക നിറങ്ങളിലേക്ക് വേർതിരിക്കുന്നത് ഏതാണ്? വിസരണമാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും ദൈർഘ്യമേറിയ ദൈർഘ്യമുള്ള വൈദ്യുത കാന്തിക വികിരണങ്ങളാണ്? ഇൻഫ്രാറെഡ് ആണ്. ഏറ്റവും വേവ് ലെങ്ത് കൂടിയ ദൈർഘ്യമേറിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇതുള്ള തരംഗ ദൈർഘ്യമുള്ള വൈദ്യുത കാന്തിക വികിരണം ഇൻഫ്രാറെഡ് ആണ്. ആദ്യത്തെ L1 ഉപയോഗിക്കുന്ന റോക്കറ്റ് ഏതാണ്? PSLV C57 ആണ് ആദ്യത്തെ L1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൂര്യനെയും അതിൻ്റെ വലയങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാൻ ഉള്ളൊരു ഇതാണ്. അപ്പോൾ അതിൻ്റെ റോക്കറ്റ് ഏതാണെന്ന് വെച്ചാൽ PSLV C57 ആണ്. കെമിക്കൽ ബോണ്ടിങ് സംബന്ധിച്ച് ഏത് പ്രസ്താവനകളാണ് ശരിയെന്നാണ്? 1, 2, 4. ഓപ്ഷൻ സി 1, 2, 4 ആണ് ശരി. അതായത് ഇലക്ട്രോ പോസിറ്റീവ് മൂലകവും ഇലക്ട്രോ നെഗറ്റീവ് മൂലകവും എന്ത് ചെയ്യുന്നു? തമ്മിൽ അയോണിക് ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഇലക്ട്രോ പോസിറ്റീവ് മൂലകവും ഇലക്ട്രോ നെഗറ്റീവ് മൂലകവും തമ്മിൽ എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്? അയോണിക് ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇലക്ട്രോ നെഗറ്റീവ് മൂലവും തമ്മിൽ കോവാലൻ ബോണ്ട്. ഇലക്ട്രോ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ അയോണിക് ബോണ്ടും ഇലക്ട്രോ നെഗറ്റീവും തമ്മിൽ എന്താണ്? കോവാലൻ ബോണ്ടും. NNC. അടുത്ത 4ാമത്തെയാണ് ശരി. ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾക്കിടയിൽ ലോഹ ബോണ്ടിങ് മെറ്റാലിക് ബോണ്ടിങ്ങും ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് ഇലക്ട്രോ നെഗറ്റീവ് തമ്മിൽ അയോണിക് ബോണ്ടിങ്, നെഗറ്റീവ് തമ്മിൽ കോവാലൻ ബോണ്ടിങ്, പോസിറ്റീവ് തമ്മിൽ മെറ്റാലിക് ബോണ്ടിങ്. 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് നോക്കിയേ. ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾക്കിടയിൽ കോർഡിനേറ്റ് ബോണ്ടിങ് ആണെന്ന്. അല്ല, മെറ്റാലിക് ബോണ്ടിങ് ആണ്. ഓക്കെ. അടുത്ത 50ാമത്തെ ക്വസ്റ്റ്യൻ. ഹീലിയത്തെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയല്ലാത്തതെന്നാണ്. അതായത് ഹീലിയത്തെ അറിയപ്പെടുന്ന ഏതൊരു പദാർത്ഥത്തിൻ്റെയും ഏറ്റവും കുറഞ്ഞ തിളനിലയിലാണ് ഹീലിയത്തിന്. അതായത് അറിയപ്പെടുന്ന ഏതൊരു പദാർത്ഥത്തിൻ്റെയും കുറഞ്ഞ തിളനില കുറഞ്ഞ ബോയിലിംഗ് പോയിൻ്റ് ആർക്കാണുള്ളത്? ഹീലിയത്തിനാണ്. ഹീലിയം 1 സാധാരണ ദ്രാവകവും ഹീലിയം 2 ഒരു സൂപ്പർ ദ്രാവകവുമാണ്. ശരിയാണ്. അടുത്ത തണുപ്പിക്കുമ്പോൾ ഹീലിയം എന്തായി മാറുന്നു? ദ്രാവകമായി മാറുന്നു. ശരിയാണ്. അതേസമയം ഉയർന്ന മർദ്ദത്തിൽ ഹീലിയം ദ്രാവകമായി മാറുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണ്. തണുപ്പിക്കുമ്പോഴാണ് ശരിക്കും ഹീലിയം എന്തായി മാറുന്നത്? ദ്രാവകമായി മാറുന്നത്. ഇനി ലായകത സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ശരി ഏതാണെന്ന് വെച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് സോൾവെൻറ്റ് സൊല്യൂഷനെ ഒക്കെ പറ്റി 1, 2, 3 ശരിയാണ്. അതായത് ലായനികൾക്കും ലായകങ്ങൾക്കും സമാനമായ രാസസ്വഭാവങ്ങളുണ്ടെങ്കിൽ ലായകത ഉയർന്നതാണ്. അടുത്ത ധ്രുവീയ സംയുക്തങ്ങൾ ധ്രുവീയ ലായകങ്ങളിൽ വളരെ ലയിക്കുന്നവയാണ്. അതായത് പോളാർ സൊല്യൂട്ട് എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? ധ്രുവീയ സംയുക്തങ്ങൾ ധ്രുവീയമല്ലാത്ത ലായകങ്ങളിൽ വളരെ ലയിക്കുന്നവയാണ്. അത് തെറ്റാണ്. 4ാമത്തെയാണ് തെറ്റ്. ലായനികൾക്കും ലായകങ്ങൾക്കും സമാനമല്ലാത്ത രാസഗുണങ്ങളുണ്ടെങ്കിൽ ലായകത കുറവാണ്. ഓപ്ഷൻ 3 ശരിയാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അടുത്ത് നോക്കിക്കേ. താലിബാൻ വധിച്ച ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റ് ആരാണ്? ഡാനിഷ് സിദ്ദിഖിയാണ് ആര്? താലിബാൻ വധിച്ച ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റ്. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ ജോഡികൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കൂടിയാട്ടം മണി മാധവ ചാക്യാർ. ശരിയാണ്. കൂടിയാട്ടം ആരാണ്? മണി മാധവ ചാക്യാർ. മോഹിനിയാട്ടം മൂഴിക്കൽ പങ്കജാക്ഷി അല്ല. ഓക്കെ. മോഹിനിയാട്ടം ആരല്ല? കൂഴിക്കൽ പങ്കജാക്ഷി അല്ല. അതേസമയം കേരള നടനം ആരാണ്? ഗുരു ഗോപിനാഥാണ് കേരള നടനം. അപ്പോൾ കൂടിയാട്ടം ആരാണ്? മണി മാധവ ചാക്യാറും കേരള നടനം ആരാണ്? ഗുരു ഗോപിനാഥുമാണ്. ഈ താഴെ പറയുന്നതിൽ നിന്ന് ശരിയായി പൊരുത്തപ്പെടുന്ന ജോഡി നോവലുകളും അനുബന്ധ പ്രധാന കഥാപാത്രങ്ങളും കണ്ടെത്താനാണ്. അതായത് ഭീമൻ 2ാം വരം ശരിയാണ്. ചേതന ആരാച്ചാർ 3ാമത്തതും ശരിയാണ്. ബാക്കി രണ്ടും മുജീബല്ല ആടുജീവിതം നജീബാണ്. ഓക്കെ. അപ്പു അല്ല ഓടയിൽ നിന്ന് എഴുതിയത്. ഓക്കെ. 1, 3 ഭീമൻ 2ാം മൂഴം. ചേതന എന്താണ്? ചേതന ആരാച്ചാറിൻ്റെയാണ്. എഴുത്തുകാരൻ്റെ യഥാർത്ഥ പേര്
അവരുടെ തൂലികാനാമവുമായി ശരിയായി പൊരുത്തപ്പെടുന്ന ജോഡികൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 3, 4 ശരി. അതായത് ടി ഉബൈദ് അബ്ദുൽ റഹ്മാനാണ്, വിലാസിനി MK മേനോനാണ്. അതായത് അവരുടെ തൂലികാനാമവുമായി ശരിയായി ബന്ധപ്പെടുന്ന ജോഡികളാണ് ചോദിച്ചിരിക്കുന്നത്. ടി ഉബൈദ് അബ്ദുൽ റഹ്മാനും വിലാസിനി MK മേനോനും. അടുത്ത ഇപ്പോൾ നമ്മുടെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ കളിയിലും എത്ര പേരുണ്ടെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. പോളോയിൽ 4 പേരാണുള്ളത്. റഗ്ബിയിൽ എത്ര പേരുണ്ടെന്ന് അറിയുമോ? 15 പേരുണ്ട്. വോളിബോളിൽ 6 പേരാണുള്ളത്. ബേസ്ബോളിൽ 9 പേര്. ബേസ്ബോൾ 9, പോളോ 4. പോളോ മുട്ടായി 4 ഞാൻ കഴിച്ചു. ഓക്കെ, അതൊക്കെ ഓർത്ത്. പോളോ 4, റഗ്ബി 15 എണ്ണം. ഓക്കെ, വോളിബോൾ 6 ബേസ്ബോൾ 9. അടുത്ത നോക്കിക്കേ, താഴെ പറയുന്നവയിൽ നിന്ന് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതികൾ തിരഞ്ഞെടുക്കുക. മോക്ഷപ്രദീപം, ബ്രഹ്മസങ്കീർത്തനം. ഇത് രണ്ടും എന്താണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതികളാണ് മോക്ഷപ്രദീപവും ബ്രഹ്മസങ്കീർത്തനവും. 2023 നോബൽ സമ്മാന ജേതാക്കളുടെ ശരിയായ ജോഡി കണ്ടെത്താനാണ്. 1, 2, 3 ശരിയാണ്. ഭൗതികശാസ്ത്രം പിയറി അഗോസ്റ്റിനി, ഫെറൻസിക് ക്രൗസ്, ആനി എൽ ഹുല്ലിയർ. രസതന്ത്രം കരോലിൻ ആർ ബർട്ടോസി, മോർട്ടൻ മെർഡൽ, ബാരി ഷർപ്ലസ് ആണ്. സാഹിത്യം ജോൺ ഫോസ് ആണ്. 2024 പത്മ പുരസ്കാര ജേതാക്കളുടെ പേരുകൾ നൽകിയിരിക്കുന്നു. തെറ്റായ ഓപ്ഷനാണ്. അതായത് 2024 പത്മ പുരസ്കാരം കിട്ടിയിട്ടുള്ളതാണ് ആരൊക്കെ? ഫാത്തിമ ബീവിയും സീതാറാം ജിൻഡാലും മിഥുൻ ചക്രവർത്തിയും. ഉമാശങ്കർ പാണ്ഡെയ്ക്ക് കിട്ടിയിട്ടില്ല. എന്ത് പുരസ്കാരം? പത്മ പുരസ്കാരം. ആരൊക്കെയാണ്? ഫാത്തിമ ബീവി, സീതാറാം ജിൻഡാൽ, മിഥുൻ ചക്രവർത്തി. 2000 ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ടിലെ 66A വകുപ്പ് ഭരണഘടനാ വിരുദ്ധവും അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കരണ സ്വാതന്ത്ര്യവും ഹനിക്കുന്നതിൻ്റെ പേരിൽ കർശനമായി വെട്ടിക്കുറച്ചതുമായ സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് ഹർജിയിലാണ്? ശ്രേയാ സിംഗാളും യൂണിയൻ ഓഫ് ഇന്ത്യയുമാണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയെന്നുള്ളതാണ്. ഹബ്ബ് ഒരു മൾട്ടി പോർട്ട് റിപ്പീറ്ററാണ്. റൂട്ടറുകൾ ബ്രിഡ്ജുകളെക്കാൾ ചിലവേറിയതാണ്. ശരിയാണ്. റൂട്ടറുകൾ ബ്രിഡ്ജ്, അതായത് ബ്രിഡ്ജ് പാലം കുറച്ച് പൈസ, അത് റൂട്ട് ചളിയാണേ. റൂട്ട് എന്ന് പറയുമ്പോൾ വലിയ ഇത്, അപ്പം റൂട്ടറുകൾക്ക് ബ്രിഡ്ജുകളെക്കാൾ ചിലവേറിയതാണ്. ഹബ്ബ് ഒരു മൾട്ടി പോർട്ട് റിപ്പീറ്ററാണ്. ഗേറ്റ് വേകൾ ഡാറ്റ ലിങ്ക് ലെയർ മാത്രമാണോ ഉപയോഗിക്കുന്നത്? അല്ല. ഈ മാത്രം, ഒള്ളി എന്നൊക്കെ പറയുമ്പോൾ അത് തെറ്റാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ 1, 2 മാത്രമാണ് ശരി. ഹബ്ബ് ഒരു മൾട്ടി പോർട്ട് റിപ്പീറ്ററാണ്. അടുത്ത CSV ഫയലുകൾ മൂല്യങ്ങളെ വേർതിരിക്കുന്ന പ്രതീകം ഡാഷ് എന്നറിയപ്പെടുന്നു. ഡിലിമീറ്റർ. അതായത് CSV ഫയലുകൾ മൂല്യങ്ങളെ വേർതിരിക്കുന്ന ഒരു പ്രതീകത്തിനെ ഡിലിമീറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. സൈബർ സുരക്ഷയും ഓൺലൈൻ സുരക്ഷയും കുറിച്ച് വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവരിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് ISRAയുമായി ചേർന്ന് കേരള പോലീസിൻ്റെ സംഭവം ഡാഷ് ആണ്. അതായത് KID, അതായത് കിഡ് ഗ്ലൗ എന്ന് നമുക്ക് വേണമെങ്കിൽ വായിക്കാം. കിഡ് ഗ്ലൗ ആണ് എന്ത് സൈബർ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട് ഓൺലൈൻ സുരക്ഷയൊക്കെ പറ്റിയുള്ള ഒരു ISRAയുടെ ഒരു കേരള പോലീസിൻ്റെ സംരംഭം. ഓക്കെ, അടുത്ത 64ാമത്തെ ക്വസ്റ്റ്യൻ. 5G നെറ്റ്വർക്കുകളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയെന്നാണ് ചോദ്യം. 2, 3 അതായത് ഇതിന് ലോ ലേറ്റൻസിയാണ്. അപ്പോൾ ഒന്നാമത്തെ തെറ്റ. 5G എന്ന് പറയുമ്പോൾ ഹൈ എന്ന് പറഞ്ഞ് എടുക്കരുത്. ലോ ലേറ്റൻസി കുറവാണ്. സെക്കൻഡിൽ 20 ഗിഗാബിറ്റ് വരെ നെറ്റ്വർക്കിൽ വേഗത. ശരിയാണ്, ജിഗാബിറ്റ്. ഇനി ഇത് മില്ലിമീറ്റർ തരംഗ സ്പെക്ട്രത്തിലാണ് അളക്കുന്നത്. 2, 3 ശരി. അടുത്ത 65 നോക്കിക്കേ. വിവരാവകാശ നിയമം 2005 അനുസരിച്ച് മൂന്നാം കക്ഷി എന്ന പദത്തിന് നൽകിയിരിക്കുന്ന നിർവചനം, അതായത് വിവരത്തിനായി അഭ്യർത്ഥന നടത്തുന്ന പൗരനൊഴികെയുള്ള ഒരു വ്യക്തി കൂടാതെ ഒരു പൊതു അധികാരം ഉൾപ്പെടുന്നു. ഓപ്ഷൻ ബി. 2015 ജുവനൈൽ ജസ്റ്റിസ് പ്രകാരം ജുവനൈൽ എന്ന പദത്തിനർത്ഥം 18 വയസ്സിന് താഴെയുള്ള കുട്ടി എന്നുള്ളതാണ്. 67ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 2, 3 അത് 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും എന്ന നിയമം സംബന്ധിച്ച പ്രസ്താവനകൾ. അതായത് 2, 3 ഏതെങ്കിലും ഒരു മുതിർന്ന പൗരനോ രക്ഷിതാവിനോ ട്രിബ്യൂണലിൻ്റെ ഒരു ഉത്തരവിനാൽ വിഷമം ഉണ്ടായേക്കാം. ഉത്തരവിൻ്റെ തീയതി മുതൽ 60 ദിവസത്തിനുള്ളിൽ ട്രിബ്യൂണലിൻ്റെ അപ്പീൽ നൽകാം. നിയമപ്രകാരം രൂപീകരിക്കപ്പെട്ട ഒരു ട്രിബ്യൂണലിന് മുമ്പാകെയുള്ള ഒരു നടപടിയിലെ ഒരു കക്ഷിയെ നിയമ പ്രാക്ടീഷണർമാർ പ്രതികരിക്കുന്നതല്ല. 1999 ലോകായുക്ത നിയമത്തെക്കുറിച്ചുള്ള ശരി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 മാത്രമാണ് ശരി. അതായത് കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് 1952 പ്രകാരം അന്വേഷണത്തിന് റെഫർ ചെയ്ത വിഷയത്തിൽ എന്തെങ്കിലും നടപടിയെടുക്കാൻ നിയമപ്രകാരം ലോകായുക്തയ്ക്ക് അധികാരമില്ല. ഏതിലാണ് അധികാരമില്ലാത്തത്? കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് 1952 പ്രകാരം അന്വേഷണത്തിന് റെഫർ ചെയ്ത ഒരു സംഭവത്തിന് നിയമമെടുക്കാൻ അധികാരമില്ല. അല്ലാതെ ലോകായുക്ത അതിൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രകടനത്തെക്കുറിച്ച് ഏകീകൃത റിപ്പോർട്ട് എല്ലാ വർഷവും സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. അത്
തെറ്റാണ്. ലോകായുക്ത നിയമത്തിലെ വ്യവസ്ഥകൾക്കനുസൃതമായി അന്വേഷണത്തിനും വിചാരണയ്ക്കും വേണ്ടി ലോകായുക്ത എന്നറിയപ്പെടുന്ന ഒരാളെ കേരള മുഖ്യമന്ത്രി നിയമിക്കും. അതും എന്താണ്? തെറ്റാണ്.